സ്കോർ അക്കാഡമിയുടെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇക്കഴിഞ്ഞ ഇലക്ട്രിക്കൽ ഇൻസ്ട്രക്ടർ എക്സാമിനേഷൻ കേരള PSC ഇലക്ട്രിക്കൽ ഇൻസ്ട്രക്ടർ എക്സാമിനേഷന് ചോദിച്ച ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് നോട്ട് ഫ്രീ ഫ്രം ദ റേസ് അറൗണ്ട് കണ്ടീഷൻ. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്, ഇതിലെ ഏത് ഫ്ലിപ്പ് ഫ്ലോപ്പാണ് റേസ് അറൗണ്ട് കണ്ടീഷനിൽ നിന്ന് ഫ്രീ അല്ലാത്തത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താണ് റേസ് അറൗണ്ട് കണ്ടീഷൻ? JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ J ഇൻപുട്ടും K ഇൻപുട്ടും 1 ആകുന്ന സമയത്ത് നിങ്ങളുടെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് നിങ്ങൾ കൊടുക്കുന്ന ക്ലോക്ക് ലെവൽ ട്രിഗേർഡ് ക്ലോക്ക് ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഔട്ട്പുട്ട് ടോഗിൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഔട്ട്പുട്ട് ടോഗിൾ ചെയ്യുമ്പോൾ, അതായത് ഈ ഒരു ലെവൽ ട്രിഗേർഡ് ക്ലോക്ക് ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ ക്ലോക്ക് ഇരിക്കുന്ന സമയത്ത് തന്നെ പലതവണ ഔട്ട്പുട്ട് ടോഗിൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ആ ക്ലോക്കിനുള്ളിൽ തന്നെ പലതവണ ഔട്ട്പുട്ട് ടോഗിൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് തവണ ഔട്ട്പുട്ട് ടോഗിൾ ചെയ്യുവാണെങ്കിൽ ഫൈനലി ഈ ക്ലോക്ക് അവസാനിക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് 1-ലാണോ വന്ന് നിൽക്കുന്നത് അതോ 0-ലാണോ വന്ന് നിൽക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതാണ് റേസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ഫ്രീ ഫ്രം റേസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരുന്നു? മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിരുന്നു ആൻസർ. പക്ഷെ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് നോട്ട് ഫ്രീ ഫ്രം റേസ് അറൗണ്ട് കണ്ടീഷൻ. അപ്പോൾ റേസ് അറൗണ്ട് കണ്ടീഷനിൽ നിന്ന് ഫ്രീ അല്ലാത്തത്, അതായത് റേസ് അറൗണ്ട് കണ്ടീഷൻ ഉള്ള ഫ്ലിപ്പ് ഫ്ലോപ്പ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ല എന്തായാലും, കാരണം മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് റേസ് അറൗണ്ട് കണ്ടീഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്നതാണ് മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. പിന്നെ ആരാണ് ഇതിനകത്ത് റേസ് അറൗണ്ട് കണ്ടീഷൻ ഉള്ള ആള്? T ഫ്ലിപ്പ് ഫ്ലോപ്പിലും ഉണ്ട്, SR ഫ്ലിപ്പ് ഫ്ലോപ്പിലും എല്ലാം റേസ് അറൗണ്ട് കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഈ ക്വസ്റ്റ്യനകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടിയിരുന്നത് ഇങ്ങനെയാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ഫ്രീ ഫ്രം റേസ് അറൗണ്ട് കണ്ടീഷൻ എന്നാണ്. അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ ആൻസർ മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ്. പക്ഷെ ഇവിടെ ടൈപ്പിംഗ് എറർ ആണെന്ന് തോന്നുന്നു. നോട്ട് ഫ്രീ ഫ്രം റേസ് അറൗണ്ട് കണ്ടീഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആൻസർ ആയി വരാൻ സാധ്യതയുണ്ട്. സോ മോസ്റ്റ് പ്രോബബ്ലി ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാനാണ് സാധ്യത. മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The given flip-flop was initially cleared and then clocked for 5 pulses. The sequence at Q will be. ഇപ്പോൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് തന്നിട്ടുണ്ട്, അത് ഇനിഷ്യലി ക്ലിയർ ചെയ്തേക്കാണ്. എന്നിട്ട് അതിനകത്തേക്ക് 5 ക്ലോക്ക് പൾസ് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ക്യൂവിൽ കിട്ടുന്ന സീക്വൻസ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ക്യൂവിൽ കിട്ടുന്ന സീക്വൻസ്, ഓരോ ക്ലോക്ക് പൾസിലും ക്യൂവിൽ എന്ത് സീക്വൻസ് ആണ് വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇനിഷ്യലി നമുക്ക് ഇനിഷ്യൽ സ്റ്റേജിനെ ഞാൻ ക്യൂ എന്ന് എഴുതുകയാണ്. ക്യൂ, ഇതാണ് എൻ്റെ ഇനിഷ്യൽ സ്റ്റേജ്. നോക്കിയേ, പ്രസന്റ് ഇൻപുട്ട് ടു J and K ഫ്ലിപ്പ് ഫ്ലോപ്പിലെ പ്രസന്റ് ഇൻപുട്ട്. ജെയിലേക്ക് വരുന്ന ഇൻപുട്ട് എന്താണ്? Q ബാർ ആണ് ജെയിലേക്ക് വരുന്ന ഇൻപുട്ട്. സോ ജെയിലേക്ക് വരുന്ന ഇൻപുട്ട് Q ബാർ. ദെൻ കെയിലേക്ക് വരുന്ന ഇൻപുട്ട് എന്താ? കെയിൽ ഓൾവേസ് 1 ആണ് കെയിലെ ഇൻപുട്ട്. അപ്പോൾ ഒരു ക്ലോക്ക് പൾസ് കഴിഞ്ഞ് വരുന്ന സ്റ്റേജിനെ ഞാൻ Q+, നെക്സ്റ്റ് സ്റ്റേജിനെ ഞാൻ Q+ എന്ന് എഴുതുകയാണ്. അപ്പോൾ നോക്കി, ഇതാണ് എൻ്റെ കറണ്ട് കണ്ടീഷൻ. അപ്പം ഇനിഷ്യലി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഫ്രീ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇനിഷ്യലി ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്ലിയർ ചെയ്തേക്കുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി Q എന്തായിരിക്കും? സോ തുടങ്ങുന്ന സമയത്ത് Q 0 ആയിരിക്കും. Jയും Kയും എന്താണ്? Q 0 ആണെങ്കിൽ ജെയിലേക്ക് പോയേക്കുന്ന ആരാ? Q ബാർ ആണ്. സോ J 1 ആയിരിക്കും, K എല്ലായ്പ്പോഴും 1 ആയിരിക്കും. ഇങ്ങനെയാണ് ഇനിഷ്യലി ഇതിരിക്കുന്നത്. ഇതിലേക്കാണ് ഞാൻ ഫസ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്ലോക്ക് പൾസ്, അപ്പോൾ ഇവിടെ ഞാൻ ക്ലോക്ക് മാർക്ക് ചെയ്യാണ്. ഫസ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ നോക്കിയേ, Q0 J1 K1. Q0-ലാണ് നിൽക്കുന്നത്. അപ്പോൾ Jയും Kയും 1 ആയി കഴിഞ്ഞാൽ Q എന്ത് ചെയ്യും? ടോഗിൾ ചെയ്ത് എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. സോ ഫസ്റ്റ് ക്ലോക്ക് പൾസ് കഴിയുമ്പോൾ Q 1 ആയിട്ട് മാറും.
ഇനി അടുത്ത ക്ലോക്ക് പൾസിന് മുമ്പ് ഇപ്പോൾ Q1 ആണല്ലോ. സോ ഇപ്പോഴത്തെ നെക്സ്റ്റ് സ്റ്റേജിൽ Q എന്താണ്? Q1 ആണ്. സോ Q1 ആണെങ്കിൽ J എന്താവും? J എന്ന് പറയുന്നത് Q ബാർ ആണ്. സോ J 0 ആവും. K എന്താണ്? K എല്ലായ്പ്പോഴും 1 ആണ്. ഇവിടേക്കാണ് ഞാൻ രണ്ടാമത്തെ ക്ലോക്ക് പൾസ് കൊടുക്കുന്നത്. സോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ രണ്ടാമത്തെ ക്ലോക്ക് പൾസ് കൊടുക്കുന്നത്. ഈ ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ Q1ൽ നിൽക്കുകയാണ്. J എന്താണ്? 0 ആണ്. K എന്താണ്? 1 ആണ്. ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ J 0യും K 1ഉം വരുമ്പോൾ ഔട്ട്പുട്ട് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് എന്തായാലും റീസെറ്റ് ചെയ്യും. Qന്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് എന്തോ ആയിക്കോട്ടെ, J 0യും K 1ഉം വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് റീസെറ്റ് ചെയ്ത് 0യിലേക്ക് പോകും. സോ സെക്കൻഡ് ക്ലോക്ക് പൾസ് കഴിയുമ്പോൾ ഔട്ട്പുട്ട് എന്താവും? 0 ആവും. ഈ 0 ആണല്ലോ വീണ്ടും ഇവിടേക്ക് വരുന്ന Qയിൽ 0 വരും. Jയിൽ എന്താ വരുന്നത്? Q ബാർ, അതായത് 1 വരും. Kയിൽ എന്താണ്? Kയിൽ എല്ലായ്പ്പോഴും 1 ആണ്. സോ തേർഡ് ക്ലോക്ക് പൾസ് കഴിയുമ്പോൾ നോക്കി, തേർഡ് ക്ലോക്ക് പൾസ് കൊടുക്കുന്ന സമയത്ത് Q 0യിൽ നിൽക്കുകയാണ്, Jയും Kയും 1ൽ നിൽക്കുകയാണ്. സോ Q പ്ലസ് എന്താവും? Q പ്ലസ് 1ലേക്ക് ടോഗിൾ ചെയ്യും. Jയും Kയും 1 വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഔട്ട്പുട്ട് Q ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? 1 ആവും. സോ ഫോർത്ത് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? നോക്കിയേ, ഈ 1 ആണല്ലോ ഇപ്പോഴത്തെ സ്റ്റേജ്. ഈ 1 ഇവിടെ വന്ന് നിൽക്കും, ഇത് 0 വരും, ഇത് 1 വരും. സോ ഫോർത്ത് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ എന്താ? വീണ്ടും നോക്കിയേ, J 0യും K 1ലുമാണ്. സോ Q എന്ത് ചെയ്യും? Q റീസെറ്റ് ചെയ്ത് 0യിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇനി ഫിഫ്ത്ത് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോഴാണെങ്കിലോ, ഫിഫ്ത്ത് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ Q 0യിൽ നിൽക്കുകയാണ്, ഇത് 1 ആണ്, ഇത് 1 ആണ്. ഇവിടെ എന്ത് ചെയ്യും? ടോഗിൾ ചെയ്ത് 1ലേക്ക് പോകും. സോ ഇങ്ങനെയാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, Qന്റെ സ്റ്റേറ്റ് നോക്കിയേ, Q എപ്പോഴും പോകുന്നത് എങ്ങനെയാണ്? 0 1 0 1 0 1 ഇങ്ങനെയാണ് പോകുന്നത്. സോ the sequence at Q will be 0 1 0 1 0 1. So our option is D ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. The group of bits 1 0 0 1 0 is serially shifted LSB first into a 5-bit parallel output right shift register with an initial state of 1 0 1 0 0. After 3 clock pulses the register will be. അപ്പോൾ നമുക്കൊരു 5-bit രജിസ്റ്റർ ഉണ്ട്. സോ ഒരു 5-bit രജിസ്റ്റർ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. 1 2 3 4 5 5-bit രജിസ്റ്റർ. അപ്പോൾ ഇനിഷ്യലി ഉള്ള ഇൻപുട്ട് എന്താണ്? അതിനകത്തുള്ള ഇൻപുട്ട് എന്താണ്? നോക്കിയേ, 1 0 1 0 0 ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. ഇത് പാരലൽ ഔട്ട്പുട്ടാണ് ഇതിനകത്തുനിന്ന് എടുക്കുന്നത്. സീരിയലി ആണ് ഇൻപുട്ട് ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്ന ഇൻപുട്ട് എന്താണ്? നമ്മൾ അതിനകത്തേക്ക് കൊടുക്കാൻ പോകുന്ന ഇൻപുട്ട് എന്താണ്? 1 0 0 1 0. ഇതാണ് ഇതിലേക്ക് കൊടുക്കാൻ പോകുന്ന ഇൻപുട്ട്. 1 0 0 1 0. LSB ആണ് ആദ്യം ഇതിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ നോക്കിയേ, ഇവിടുന്ന് നമ്മൾ ആദ്യം ഈ LSB ഇതിനകത്തേക്ക് കൊടുക്കുകയാണ്. LSB ഇതിനകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലോക്ക് പൾസ് വരുമ്പം എന്താ സംഭവിക്കുക? ഈ LSB ഇതിനകത്തേക്ക് കയറിപ്പോവും. ഇവിടെ അങ്ങേ അറ്റത്തുള്ള ആള് ഇതിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയും പോരും. LSB ഇതിനകത്തേക്ക് കയറിപ്പോവും. ഇവരെല്ലാം ഒന്ന് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ക്ലോക്ക് പൾസ് കഴിയുമ്പോൾ ഉള്ള ഔട്ട്പുട്ട് എന്തായിരിക്കും? നോക്കി, 1 2 3 4. ഫസ്റ്റ് ക്ലോക്ക് പൾസ് കഴിയുമ്പോൾ ഈ 0 എങ്ങോട്ട് കയറും? സോ ഇവിടോട്ട് എന്ത് വരും? 0 വരും. ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യും? ഒന്ന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ 1 ഒന്ന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ 0 ഒന്ന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ 1 ഒന്ന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ 0 ഒന്ന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇയാൾ ഈ 0 പുറത്തേക്ക് പോയി. ഇനി നോക്കിയേ, ഇതിലേക്ക് രണ്ടാമത്തെ ആളെ നമ്മൾ ഇതിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അടുത്ത ക്ലോക്ക് പൾസ് കൊടുത്ത് രണ്ടാമത്തെ ആളെ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. അങ്ങനെ രണ്ടാമത്തെ ആളെ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? ഔട്ട്പുട്ട് എന്താ വരിക? സെക്കൻഡ് ക്ലോക്ക് പൾസ് കഴിയുമ്പോൾ ഉള്ള ഔട്ട്പുട്ട് എന്താ വരിക? നോക്കിയേ, സെക്കൻഡ് ക്ലോക്ക് പൾസ് കഴിയുമ്പോൾ ഔട്ട്പുട്ട് എന്താ വരിക? ഈ 1 ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കയറുകയാണ്. 1 കയറി ഈ ഉള്ള 0 എന്ത് ചെയ്യും? ഒന്ന് റൈറ്റിലേക്ക് പോവും,
ബാക്കി ഇതിനകത്തുള്ള 101 ഇവിടെ നിൽക്കും. അറ്റത്തുണ്ടായിരുന്ന ഈ 0 പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇതാണ് സെക്കൻഡ് ക്ലോക്ക് പൾസ് കഴിയുമ്പോഴുള്ള സ്ഥിതി. ഇനി നോക്കിയേ, ഇതിലേക്ക് നമ്മൾ ഇനി കൊടുക്കുന്ന ആരെയാ? മൂന്നാമത്തെ ആളെ ഇതിലേക്കാണ് കൊടുക്കാൻ പോകുന്നത്. മൂന്നാമത്തെ ആളെ ഇതിലേക്ക് ഇങ്ങനെ കൊടുക്കും. അങ്ങനെ കൊടുത്തിട്ട് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ, മൂന്നാമത്തെ ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ 0 ഇതിനകത്തേക്ക് കയറി വരും. അപ്പോൾ ഇങ്ങനെ അറ്റത്തുള്ള ഒരു 1 പുറത്തേക്കും പോകും. നോക്കിയേ, ഈ 0 ഇതിനകത്തേക്ക് കയറി വന്നാൽ ഈ 1 ഒരു ബിറ്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ 0 ഒരു ബിറ്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ദെൻ ബാക്കിയുള്ള ഒരു 1ഉം 0യും അതുപോലെ നിൽക്കും. അപ്പോൾ 3 ക്ലോക്ക് പൾസ് കഴിയുമ്പോൾ ഉള്ള ഷിഫ്റ്റ് രജിസ്റ്ററിന്റെ സ്ഥിതി എന്താ? 0 1 0 1 0 0 1 0 1 0. ഇതിങ്ങനെ എഴുതി നോക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇതിനകത്ത് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കാൻ അവരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. 5 ബിറ്റ് പാരലൽ ഔട്ട്പുട്ട് റൈറ്റ് ഷിഫ്റ്റ് രജിസ്റ്റർ എന്നൊക്കെ. പാരലൽ ഔട്ട്പുട്ട് ആയാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇൻപുട്ട് സീരിയലി അകത്തേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും എന്താ സംഭവിക്കാമെന്ന് മാത്രം നോക്കിയാൽ മതി. നിങ്ങളുടെ ഔട്ട്പുട്ട് എന്താണ്? 0 1 0 1 0. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സോ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, 0 1 0 1 0. അങ്ങനെയല്ലേ നമുക്ക് കിട്ടിയേക്കുന്നത്? അതെ. അപ്പം അങ്ങനെയാണ് ഇത് ചെയ്തു നോക്കേണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. An 8-bit DAC produces an output of 0.05 volt for a digital input of 0 0 0 0 0 0 0 1. അപ്പോൾ നോക്കിയേ, ഇൻപുട്ട് എത്ര ബിറ്റാണ്? 8 ബിറ്റ് ഇൻപുട്ടാണുള്ളത്. അപ്പോൾ ചോദ്യം എന്താണ്? ദ ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് നിയർലി. അപ്പോൾ നോക്കിയേ, ഇവിടെ ഇൻപുട്ട് 0യിൽ നിന്നും 1ലേക്ക്, അതായത് ഒരു സ്റ്റെപ്പ് വേരി ചെയ്യാണ്. നോക്കിയേ, നമുക്ക് ഇൻപുട്ട് 1 ആവുമ്പോൾ എത്ര വോൾട്ടേജാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 0.05 വോൾട്ടാണ്. അപ്പോൾ ഇതിനകത്തും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഇൻപുട്ട് ഒരു ബിറ്റ് വേരി ചെയ്യുമ്പോൾ, 0യിൽ നിന്നും 1ലേക്ക് മാറുമ്പോൾ, 0 ഇൻപുട്ട് ആയിരിക്കുന്ന സമയത്ത് കറസ്പോണ്ടിങ് അനലോഗ് വോൾട്ടേജ് എന്തായിരിക്കും? 0 ആയിരിക്കും. 0യിൽ നിന്ന് 1ലേക്ക് മാറിയപ്പോൾ കറസ്പോണ്ടിങ് അനലോഗ് വോൾട്ടേജ് എത്രയായി? 0.05 വോൾട്ടായി. അതായത് ഒരു ബിറ്റ് ചേഞ്ച്. അതായത് ഇവിടെ LSBക്ക് ഒരു ചേഞ്ച് ഉണ്ടായപ്പോൾ, LSB ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് എത്ര മാറി? 0.05 വോൾട്ട് മാറി. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇയാളുടെ മിനിമം ചേഞ്ച് അല്ലെങ്കിൽ സ്റ്റെപ്പ് സൈസ് ആണ് ഈ തന്നേക്കുന്നത്, അല്ലെങ്കിൽ ഇയാളുടെ റെസൊല്യൂഷനാണ് ഈ തന്നേക്കുന്നത് 0.05 വോൾട്ട് എന്ന് പറഞ്ഞ്. അപ്പം റെസൊല്യൂഷൻ തന്നിട്ടുണ്ട്, എത്ര ബിറ്റാണെന്നും തന്നിട്ടുണ്ടെങ്കിൽ ഫുൾ സ്കെയിൽ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും പാടുണ്ടോ? ഇല്ല. കാരണം ഫുൾ സ്കെയിൽ വോൾട്ടേജ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസൊല്യൂഷൻ ഈസ് ഈക്വൽ ടു വി ഫുൾ സ്കെയിൽ ഡിവൈഡഡ് ബൈ 2n. ഇതാണ് DAC ആണ്, ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ ആണ്. ഏത് DAC ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് 2n-1 എന്നുള്ള ഇക്വേഷൻ വേണമെങ്കിലും എടുക്കാം. അതാണ് നമ്മൾ വെയ്റ്റഡ് റെസിസ്റ്ററിൽ ഉപയോഗിക്കുന്നത്. R2R ലാഡർ DACയിലാണെങ്കിൽ VFS ഡിവൈഡഡ് ബൈ 2n എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. രണ്ടായാലും ഉത്തരത്തിൽ കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. സോ VFS ഡിവൈഡഡ് ബൈ 2n എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുകയാണ്. ദാറ്റ് ഈസ് VFS ഡിവൈഡഡ് ബൈ, ഇവിടെ n എന്ന് പറഞ്ഞാൽ എത്രയാ? n ഈക്വൽ ടു, നോക്കിയേ, ഇത് നോക്കിയാൽ അറിയാം ഇതിന് എത്ര ബിറ്റാ ഉള്ളത്? 8 ബിറ്റാ ഉള്ളത്. സോ VFS ഡിവൈഡഡ് ബൈ 2^8. ദാറ്റ് ഈസ് റെസൊല്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ട് 0.05. 0.05 ഈസ് ഈക്വൽ ടു VFS ഡിവൈഡഡ് ബൈ 2^8 എത്രയാ? 256. സോ VFS എന്ത് കിട്ടും? VFS ഈക്വൽ ടു 256 ഇൻറ്റു 0.05 എന്ന് പറഞ്ഞാൽ എത്രയാ? 256 ഇൻറ്റു 0.05 എന്ന് പറഞ്ഞാൽ എത്രയാ? 25.6 ഇൻറ്റു 0.5. 25.6ന്റെ പകുതി. 25.6 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞാൽ എത്രയാ? 25.6ന്റെ പകുതി. 25ന്റെ പകുതി എത്രയാ? 12.5. 0.6ന്റെ പകുതി എത്രയാ? 0.3. സോ 12.5 പ്ലസ് 0.3 12.8 ആണ് ആൻസർ. 12.8 എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ അല്ലേ? ഉണ്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി നിങ്ങൾ ഇവിടെ 2n-1 ഉപയോഗിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? 255 ഇൻറ്റു 0.05 എന്ന് പറയും. എന്ന് വെച്ചാൽ 0.05 എന്ന് കിട്ടും. അപ്പോൾ എത്ര കിട്ടും? 25.5ന്റെ പകുതി. അപ്പോൾ എത്ര വരും? 12.75 വരും.
വലിയ വ്യത്യാസമൊന്നുമില്ല. 12.8 ആണ് നിയറസ്റ്റ് ആൻസർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് 2n-1 വേണമെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ 2n വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു സ്പെസിഫിക് ആയിട്ട് ഏത് DAC ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നോക്കിയേ, ആൻസേഴ്സ് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് വലിയ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഒന്നും നിങ്ങൾ n-1 ഉപയോഗിച്ചാലും 2n ഉപയോഗിച്ചാലും വരത്തില്ല. സോ അവർ ആൻസർ ഈസ് 12.8. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The minimum number of NAND gates used to realize the function y equal to a plus ab complement plus ab complement c. അപ്പം ഇത് ഈ ഒരു എക്സ്പ്രഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം എത്ര നാൻഡ് ഗേറ്റ്സ് വേണം? ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ഇയറിൽ പല എക്സാംസിനായിട്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ്. കേരള PSCക്ക് എന്ന് ഞാൻ പറയുന്നില്ല, വേറെ UPSC എക്സാംസ്, നമ്മുടെ RRB JEE, ഡൽഹി മെട്രോ, ISROയുടെ ഡിപ്ലോമ ലെവൽ എക്സാംസ്, ഇതിൽ ഏതെങ്കിലുമൊക്കെ എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ നോക്കിയേ, ഇതിനകത്ത് മിനിമം നമ്പർ ഓഫ് നാൻഡ് ഗേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മുടെ എക്സ്പ്രഷൻ എന്താ? y ഈക്വൽ ടു a പ്ലസ് എ ബി ബാർ പ്ലസ് എ ബി ബാർ സി. അപ്പോൾ അതിന് മിനിമം നമ്പർ ഓഫ് നാൻഡ് ഗേറ്റ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ഇതിനെ മിനിമൈസ് ചെയ്യണം. ഇതിനെ മിനിമൈസ് ചെയ്യാൻ പല മാർഗങ്ങളുണ്ട്. ഇതൊരു 3 വേരിയബിൾ ഫംഗ്ഷനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കെർണോ മാപ്പ് ഉപയോഗിക്കാം. കെർണോ മാപ്പ് ഉപയോഗിച്ച് മിനിമൈസ് ചെയ്യാം. അതല്ല, നമുക്ക് ഇതിനെ കുറച്ചുകൂടി എളുപ്പം മിനിമൈസ് ചെയ്യാൻ പറ്റും. നോക്കിയേ, ഇതിനകത്ത് 3-നകത്തും കോമൺ ആയിട്ട് ആരുണ്ട്? എ ഉണ്ട്. സോ എ നിങ്ങൾക്ക് പുറത്തെടുക്കാം. ബാക്കി എന്താ ഉള്ളത്? 1 പ്ലസ് ബി കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് സി. നോക്കിയേ, ഇനി ഇവിടെ ഒന്ന് നോക്കിയേ, 1 പ്ലസ് ഏത് വേരിയബിളിനെയും 1ൻ്റെ കൂടെ ഓർ ചെയ്താൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ പിന്നെ ഇനി ഇതിനെപ്പറ്റി നിങ്ങൾ ബോധർ ചെയ്യണോ? ബി കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് സി പ്ലസ് 1 എന്നാണ് നമ്മൾ എഴുതിയേക്കുന്നത്. അതിൻ്റെ കൂടെ എന്തായാലും 1 ഓർ ചെയ്യുന്നുണ്ട്. 1 ഓർ ചെയ്താൽ ഔട്ട്പുട്ട് ഉറപ്പായിട്ടും 1 ആയിരിക്കും. ഇനി ബി കോംപ്ലിമെൻറ്റ് സി എന്ത് തന്നെ ആയിക്കോട്ടെ, ഇതിൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ആളുടെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. സോ നിങ്ങൾക്ക് എന്ത് കിട്ടും? y is equal to a dot 1, that is y is equal to a. y is equal to a. ഇതിനെ മിനിമൈസ് ചെയ്താൽ y equal to a എന്നാണ് കിട്ടുന്നത്. അപ്പോൾ y equal to a എന്ന് പറയുന്ന സാധനത്തിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഏതെങ്കിലും നാൻഡ് ഗേറ്റിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. വരുന്ന ഇൻപുട്ട് എ എന്ന് പറയുന്ന വേരിയബിളിനെ അതുപോലെ നിങ്ങൾ എടുത്ത് ഔട്ട്പുട്ടിലേക്ക് അങ്ങ് കൊടുത്താൽ മതി. സോ ദ മിനിമം നമ്പർ ഓഫ് നാൻഡ് ഗേറ്റ്സ് ഈസ് 0. നമ്മുടെ ആൻസർ എന്താണ്? 0. ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ മിനിമൈസ് ചെയ്ത് നോക്കണം. മിനിമൈസ് ചെയ്യാൻ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മിനിമൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഉപയോഗിക്കുക. ഇനി അത് പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് അത്രയും ഒരു ഐഡിയ വരുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന K-മാപ്പ് ഉപയോഗിച്ചാലും മതി. K-മാപ്പ് ഉപയോഗിച്ചാലും നിങ്ങൾ ഫൈനലി ഈ ആൻസറിലേക്ക് തന്നെ വരും. കുറച്ചുകൂടെ സമയം എടുക്കും, അത്രയേ ഉള്ളൂ. The counter having most speed is. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. The counter having most speed. കുറേ കൗണ്ടർ തന്നിട്ടുണ്ട്. സിങ്ക്രണസ് കൗണ്ടർ, റിപ്പിൾ കൗണ്ടർ, റിംഗ് കൗണ്ടർ, ജോൺസൺസ് കൗണ്ടർ. അപ്പോൾ ഈ കൗണ്ടറുകളുടെ ഒക്കെ പ്രത്യേകത എന്താ? സിങ്ക്രണസ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിനും, ആ കൗണ്ടറിലെ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിനും സെയിം ക്ലോക്ക് പൾസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അത്തരം കൗണ്ടേഴ്സിനെയാണ് നമ്മൾ സിങ്ക്രണസ് കൗണ്ടർ എന്ന് വിളിക്കുന്നത്. റിപ്പിൾ കൗണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിനും ഡിഫറെൻറ്റ് ക്ലോക്ക് പൾസുകളായിരിക്കും കൊടുക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ടാണ് സെക്കൻഡ് സ്റ്റേജിൻ്റെ ക്ലോക്ക് ആയിട്ട് കൊടുക്കുന്നത്. സെക്കൻഡ് സ്റ്റേജ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് തേർഡ് സ്റ്റേജിൻ്റെ ക്ലോക്ക് പൾസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഡിലേ ഉള്ള ആരായിരിക്കും? റിപ്പിൾ കൗണ്ടറിനാണ് ഏറ്റവും ഡിലേ ഉള്ള ആൾ. കാരണം അയാളുടെ രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഒന്ന് ടോഗിൾ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ആദ്യം ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ചേഞ്ച് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിന് ക്ലോക്കായിട്ടൊക്കെ കിട്ടിയാൽ മാത്രമേ രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ചേഞ്ച് ചെയ്യുള്ളൂ. ഇനി രണ്ടാമത്തെ ആളുടെ ഔട്ട്പുട്ട് കിട്ടിയാലേ മൂന്നാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ചേഞ്ച് ചെയ്യുള്ളൂ. അപ്പോൾ ഏറ്റവും ഡിലേ ഉള്ള ആൾ റിപ്പിൾ കൗണ്ടറാണ്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കിയേ. സിങ്ക്രണസ് കൗണ്ടർ, റിംഗ് കൗണ്ടർ, ജോൺസൺ കൗണ്ടർ. ഈ സിങ്ക്രണസ് കൗണ്ടറിന് തന്നെ എക്സാമ്പിൾസ് ആണ് റിംഗ് കൗണ്ടറും ജോൺസൺസ് കൗണ്ടറും.
സിങ്ക്രണസ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനും സെയിം ക്ലോക്ക് കൊടുക്കുന്നത്. അതിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരാണ് റിംഗ് കൗണ്ടറും ജോൺസൺസ് കൗണ്ടറും. എന്താണ് ജോൺസൺസ് കൗണ്ടറിൻ്റെ പ്രത്യേകത? അതിനെ നമ്മൾ ട്വിസ്റ്റഡ് റിംഗ് കൗണ്ടർ എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ മൊബിയസ് കൗണ്ടർ എന്നൊക്കെ വിളിക്കും. അതിനകത്ത് നമുക്ക് 2n ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണുള്ളതെങ്കിൽ 2n സ്റ്റേറ്റ്സ് ആണ് ജോൺസൺസ് കൗണ്ടറിനകത്തുള്ളത്. അതായത് നമുക്ക് 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ എത്ര കൗണ്ടിങ് സ്റ്റേജ് ഉണ്ട്? ഇതിനകത്ത് 8 കൗണ്ടിങ് സ്റ്റേജസ് ആണുള്ളത്. റിംഗ് കൗണ്ടറിൻ്റെ പ്രത്യേകത എന്താ? n ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണുള്ളതെങ്കിൽ n സ്റ്റേജസ് ആണ് അതിനകത്തുള്ളത്. n സ്റ്റേജസ്, അതായത് 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണുള്ളതെങ്കിൽ 4 കൗണ്ടിങ് സ്റ്റേജസ് ആണുള്ളത്. സിങ്ക്രണസ് കൗണ്ടറോ? സിങ്ക്രണസ് കൗണ്ടറിനകത്ത് വരുന്ന ആൾക്കാരാണ് റിംഗ് കൗണ്ടറും ജോൺസൺസ് കൗണ്ടറും. അപ്പോൾ വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യിക്കാം. നിങ്ങൾക്ക് പറയാം സിങ്ക്രണസ് കൗണ്ടറിനുള്ളിൽ വരുന്ന ആൾക്കാരാണ് റിംഗ് കൗണ്ടറും ജോൺസൺസ് കൗണ്ടറും. സോ ഇത് വാലിഡ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സിങ്ക്രണസ് കൗണ്ടർ നമ്മൾ നോർമലി റിപ്പിൾ കൗണ്ടറും സിങ്ക്രണസ് കൗണ്ടറും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആർക്കാണ് കൗണ്ടിങ് സ്പീഡ് കൂടുതൽ? സിങ്ക്രണസ് കൗണ്ടറിനാണ്. കാരണം എന്താണ്? എല്ലാവർക്കും ഒരേ ക്ലോക്ക് പൾസ് ആണ്, എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്സിനും ഒരേ ക്ലോക്ക് പൾസ് ആണ് സിങ്ക്രണസ് കൗണ്ടറിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയാം, സിങ്ക്രണസ് കൗണ്ടർ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് പലയിടത്തും കാണാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് വേറൊരു പ്രശ്നം, സിങ്ക്രണസ് കൗണ്ടർ ഏത് മോഡ് കൗണ്ടറാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ജനറലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻ സിങ്ക്രണസ് കൗണ്ടർ എന്നാണ്. കാരണം ഇത് റിംഗ് കൗണ്ടറിനകത്തും ജോൺസൺസ് കൗണ്ടറിനകത്തും നമ്മൾ ആക്ച്വലി ഷിഫ്റ്റിംഗ് ആണ് അതിനകത്ത് നടക്കുന്നത്. കൗണ്ടിങ് അല്ല, ഷിഫ്റ്റിംഗ്. കൗണ്ടിങ് തന്നെയാണ്, അത് ഷിഫ്റ്റിംഗ് ആണ് റിംഗ് കൗണ്ടറിനകത്തും ജോൺസൺസ് കൗണ്ടറിനകത്തും നടക്കുന്നത്. അപ്പോൾ അവിടെ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഒരു ഡിലേ അതിനകത്തുണ്ടാവും. അപ്പോൾ ജനറലി നമുക്ക് ഇതിൻ്റെ ആൻസർ സിങ്ക്രണസ് കൗണ്ടർ എന്ന് പറയാം. പക്ഷേ അതിനകത്ത് വീണ്ടും ഒരു ആംബിഗ്വിറ്റി ഉണ്ട്. റിംഗ് കൗണ്ടറും ജോൺസൺസ് കൗണ്ടറും ഇതിനകത്ത് തന്നെ ഉള്ള ആൾക്കാരാണ്, സിങ്ക്രണസ് കൗണ്ടറിനുള്ളിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിനകത്ത് ആ ക്വസ്റ്റിനകത്തും ചെറിയ പ്രശ്നമുണ്ട്. സോ ഇതിൻ്റെ ആൻസർ ഞാൻ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുന്നില്ല. സിങ്ക്രണസ് കൗണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ അതിനകത്തൊരു ആംബിഗ്വിറ്റി ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ 4-bit parallel adder circuit is to be implemented. For this, the number of half adders and OR gates required if there is no initial carries. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഒരു 4-bit parallel adder വേണം. അപ്പോൾ 4-bit parallel adder എന്ന് പറഞ്ഞാൽ 4 ബിറ്റുകളെ ഒരുമിച്ച് ആഡ് ചെയ്യണം. A3, A2, A1, A0. ഇതാണ് ആദ്യത്തെ 4 ബിറ്റുകൾ. അടുത്ത 4 ബിറ്റുകൾ B3, B2, B1, B0. ഇതാണ് പിന്നത്തെ 4 ബിറ്റുകൾ. ഇനി ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇനിഷ്യലി ക്യാരി ഒന്നുമില്ല, അതായത് ഇവിടെ ക്യാരി 0 ആണ്. പിന്നീട് ഇവിടെയൊക്കെ ക്യാരി ഉണ്ടാവാം. ഇവിടെ ഒരു ക്യാരി വരാം, ഇവിടെ ഒരു ക്യാരി വരാം, ഇവിടെ ഒരു ക്യാരി വരാം. അപ്പം നോക്കിയേ, ഇവിടെ ക്യാരി 0 ആണെങ്കിൽ ഇവിടെ നമുക്ക് 2 ബിറ്റുകളെ ആഡ് ചെയ്താൽ പോരെ? 2 ബിറ്റുകളെ ആഡ് ചെയ്താൽ മതിയെങ്കിൽ ഇവിടെ നമുക്കൊരു ഹാഫ് ആഡർ മതി. പക്ഷെ ഇവിടെ ക്യാരി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല, ക്യാരി വരാനുള്ള ചാൻസ് ഉണ്ട്. സോ 3 ബിറ്റുകളെ ആഡ് ചെയ്യേണ്ടി വരും. സോ ഇവിടെ ഫുൾ ആഡർ യൂസ് ചെയ്തേ പറ്റുള്ളൂ. ഇവിടെ നോക്കി, ഇവിടെയും നമുക്ക് 3 ബിറ്റുകളെ ആഡ് ചെയ്യേണ്ടി വരും. സോ ഇവിടെയും ഫുൾ ആഡർ യൂസ് ചെയ്തേ പറ്റുള്ളൂ. ഇവിടെയും ക്യാരി വരാനുള്ള ചാൻസ് ഉണ്ട്. സോ 3 ബിറ്റുകളെ ആഡ് ചെയ്തേ പറ്റുള്ളൂ. സോ ഫുൾ ആഡർ യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ടോട്ടൽ 3 ഫുൾ ആഡറും ഒരു ഹാഫ് ആഡറും യൂസ് ചെയ്യണം. 4-bit പാരലൽ ആഡർ വേണമെങ്കിൽ 3 ഫുൾ ആഡറും ഒരു ഹാഫ് ആഡറും, പ്രൊവൈഡഡ് ഇനിഷ്യൽ ക്യാരി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഇനിഷ്യൽ ക്യാരിയും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് 4 ഫുൾ ആഡർ യൂസ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനിഷ്യൽ ക്യാരി ഇല്ല എന്ന്. അപ്പോൾ ഇവിടെ ഒരു ഹാഫ് ആഡർ മതി, ബാക്കി 3 ഫുൾ ആഡർ വേണം. അപ്പോൾ നോക്കി, അപ്പോൾ 3 ഫുൾ ആഡറും ഒരു ഹാഫ് ആഡറുമാണ് നമുക്ക് വേണ്ടത്. 3 ഫുൾ ആഡർ പ്ലസ് 1 ഹാഫ് ആഡർ. ഇതാണ് 4-bit പാരലൽ ആഡറിന് വേണ്ടത്. ഇനി ഇവിടെ പക്ഷെ ക്വസ്റ്റ്യന് ചോദിച്ചേക്കുന്നത് എന്താണ്? എത്ര ഹാഫ് ആഡർ വേണമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഫുൾ ആഡറുകളെ എങ്ങനെ ഹാഫ് ആഡർ ഉപയോഗിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു ഫുൾ ആഡറിനെ എങ്ങനെയാണ് ഹാഫ് ആഡറുകൾ ഉപയോഗിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു ഫുൾ ആഡറിന് എത്ര ഹാഫ് ആഡർ വേണം? 2 ഹാഫ് ആഡറും ഒരു ഓർ ഗേറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫുൾ ആഡറിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സോ 1 ഫുൾ ആഡർ ഈസ് ഈക്വൽ ടു എന്താണ്? 2 ഹാഫ് ആഡർ
ആൻഡ് ഓർ ഗേറ്റ് ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫുൾ ആഡറിനെ ഇംപ്ലിമെന്റ് ചെയ്യാം. ഇതെങ്ങനെയാണെന്നൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ? നമുക്കൊരു ഫുൾ ആഡറിന്റെ സമ്മിന്റെ എക്സ്പ്രഷൻ എന്താണ്? എ എക്സോർ ബി എക്സോർ സി. ഇതാണ് സമ്മിന്റെ എക്സ്പ്രഷൻ. ക്യാരിയുടെ എക്സ്പ്രഷൻ എന്താ? ക്യാരിക്ക് നമുക്ക് രണ്ട് എക്സ്പ്രഷൻ ഉണ്ട്, എ ബി പ്ലസ് ബി സി പ്ലസ് എ സി. ആ സെയിം എക്സ്പ്രഷനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? എ എക്സോർ ബി ഡോട്ട് സി പ്ലസ് എ എക്സോർ ബി ഡോട്ട് സി പ്ലസ് എ ബി. ഇങ്ങനെ വേണമെങ്കിലും ക്യാരിയുടെ എക്സ്പ്രഷൻ എഴുതാം. എ ബി പ്ലസ് ബി സി പ്ലസ് എ സി എന്ന് എഴുതാം. അതല്ലെങ്കിൽ എ എക്സോർ ബി ഡോട്ട് സി പ്ലസ് എ ബി. ഇതും സെയിം എക്സ്പ്രഷൻ തന്നെയാണ്. ഇതിനെ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് എ ബി പ്ലസ് ബി സി പ്ലസ് എ സി തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സാധാരണ ക്യാരിയെ ഹാഫ് ആർഡർ ഉപയോഗിച്ച് ഒരു ഫുൾ ആർഡറിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഫുൾ ആർഡറിൻ്റെ ക്യാരിയെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ നോക്കിയേ, ഇവിടെ എ എക്സോർ ബി എക്സോർ സി കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എ എക്സോർ ബി കിട്ടാൻ ഒരു ഹാഫ് ആർഡർ മതി. ഒരു ഹാഫ് ആർഡർ ഉണ്ടെങ്കിൽ അതിൻ്റെ സം നിങ്ങൾക്ക് എ എക്സോർ ബി സം ചെയ്യുമ്പോൾ എ എക്സോർ ബി നിങ്ങൾക്ക് കിട്ടും. ഇനി ഈ ഹാഫ് ആർഡറിൻ്റെ ഔട്ട്പുട്ടും സിയും കൂടെ വേറൊരു ഹാഫ് ആർഡറിലേക്ക് കടത്തി വിട്ടാൽ അതിൻ്റെ ഔട്ട്പുട്ടായിട്ട്, അതിൻ്റെ സമ്മിൻ്റെ ഔട്ട്പുട്ടായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? എ എക്സോർ ബി എക്സോർ സി കിട്ടും. ഇനി ഒരു ഹാഫ് ആർഡർ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്യാരി നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? എ ബി വഴി കിട്ടും. ഇനി ആ ഹാഫ് ആർഡറിൻ്റെ തന്നെ ഔട്ട്പുട്ട്, സമ്മിൻ്റെ ഔട്ട്പുട്ടും അടുത്ത ഇൻപുട്ടും കൂടെ ആണല്ലോ നമ്മൾ രണ്ടാമത്തെ ഹാഫ് ആർഡറിന് കൊടുക്കുന്നത്. സോ അതിൻ്റെ ക്യാരി എന്തായിരിക്കും? എ എക്സോർ ബി ഡോട്ട് സി ആയിരിക്കും. അപ്പോൾ ഈ ഫസ്റ്റ് ഹാഫ് ആർഡറിൻ്റെ ക്യാരിയും രണ്ടാമത്തെ ഹാഫ് ആർഡറിൻ്റെ ക്യാരിയും തമ്മിൽ നിങ്ങൾ ഓർ ചെയ്താൽ, ഈ ഓർ ചെയ്യാൻ ഒരു ഓർ ഗേറ്റും കൂടെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ രണ്ട് ഹാഫ് ആർഡർ ഉപയോഗിച്ച് ഒരു ഫുൾ ആർഡർ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. രണ്ട് ഹാഫ് ആർഡർ മാത്രം മതിയോ? പോരാ, രണ്ട് ഹാഫ് ആർഡറും വേണം, ഒരു ഓർ ഗേറ്റും വേണം. ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ക്ലാസ്സിലെ സെഷനിലേക്കൊന്ന് പോയി നോക്കുക. അപ്പോൾ നോക്കിയേ, അപ്പം ഇവിടെ മൊത്തം എത്ര ഫുൾ ആർഡറുകളുണ്ട്? 3 ഫുൾ ആർഡർ ഉണ്ട്. ഓരോ ഫുൾ ആർഡറിനും രണ്ട് ഹാഫ് ആർഡറും ഓർ ഗേറ്റും വേണം. അപ്പം 3 ഫുൾ ആർഡറിന് എത്ര ഹാഫ് ആർഡേഴ്സ് വേണം? ഒന്നാമത്തെ ഫുൾ ആർഡറിന് 2 ഹാഫ് ആർഡർ വേണം, രണ്ടാമത്തെ ഫുൾ ആർഡറിന് 2 ഹാഫ് ആർഡർ വേണം, മൂന്നാമത്തെ ഫുൾ ആർഡറിനും 2 ഹാഫ് ആർഡർ വേണം. അപ്പോൾ ടോട്ടൽ 3 ഫുൾ ആർഡറുകൾക്കായിട്ട് നമുക്ക് 6 ഹാഫ് ആർഡറുകൾ വേണം. ഓൾറെഡി ഒരു ഹാഫ് ആർഡർ നമ്മൾ അവസാനത്തെ ബിറ്റിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 7 ഹാഫ് ആർഡർ വേണം. എത്ര ഓർ ഗേറ്റ് വേണം? 3 ഫുൾ ആർഡറുകളാണുള്ളത്. അതിനെ ഹാഫ് ആർഡർ ഉപയോഗിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഓരോ ഫുൾ ആർഡറിനും ഒരു ഓർ ഗേറ്റ് വീതം വേണം. സോ ടോട്ടൽ 7 ഹാഫ് ആർഡേഴ്സും വേണം, 3 ഓർ ഗേറ്റും വേണം. 7 ഹാഫ് ആർഡർ ആൻഡ് 3 ഓർ ഗേറ്റ്സ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? 7 ഹാഫ് ആർഡേഴ്സ് ആൻഡ് 3 ഓർ ഗേറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ദ നമ്പർ ഓഫ് കമ്പറേറ്റേഴ്സ് ഇൻ എ 4-bit ഫ്ലാഷ് ADC. ഓക്കെ, 4-bit ഫ്ലാഷ് ADCയിലെ നമ്പർ ഓഫ് കമ്പറേറ്റേഴ്സ്. സോ n4 ആണെങ്കിൽ നമ്പർ ഓഫ് കമ്പറേറ്റേഴ്സ് എത്രയാണ്? 2n-1. ദാറ്റ് ഈസ് 2⁴ - 1, ദാറ്റ് ഈസ് 16 - 1 15. സോ ഒരു n-bit കമ്പറേറ്ററിനകത്തുള്ള n-bit ഫ്ലാഷ് ADCക്കകത്തുള്ള നമ്പർ ഓഫ് കമ്പറേറ്റേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 2n-1. ഫ്ലാഷ് ADC അല്ലെങ്കിൽ പാരലൽ ADC എന്നും വിളിക്കും. അപ്പോൾ ഇതാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ADC. പിന്നെ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ADC ആണ്. നമ്പർ ഓഫ് കമ്പറേറ്റേഴ്സ് എത്രയാണ്? 2n-1. ഇനി n-bit ഫ്ലാഷ് ADCയിൽ ഉള്ള നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് എത്രയാണ്? 2n. നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് 2n ആണ്. നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് എത്രയാണ്? 2n. നമ്പർ ഓഫ് കമ്പറേറ്റേഴ്സ് എത്രയാണ്? 2n-1. ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ADC ആണ്, പാരലൽ ADC എന്നും അറിയപ്പെടുന്നു. ഇനി ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഈ ADCയുടെ മാത്രം, പൊതുവെ എല്ലാ ADCയുടെയും റെസൊല്യൂഷൻ്റെ ഇക്വേഷൻ എന്താ? V റെഫറൻസ് ഡിവൈഡഡ് ബൈ 2n-1 ആണ്. ബട്ട് ഫ്ലാഷ് ADCയുടെ റെസൊല്യൂഷൻ ഇക്വേഷൻ എന്താ? V ref ഡിവൈഡഡ് ബൈ 2n ആണ്. ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ആൻസർ ഏതാണ്? 15. സോ our answer is 15. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
if x equal to 1 and y equal to 1 initially, and then y is replaced by a sequence 1 0 1, the outputs a and b are. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1, ഈ സെയിം ഫിഗറിൽ തന്നെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് നോക്കാം. എക്സ് ഈക്വൽ ടു 1, സോ എക്സ് 1 ആണ്, ആൻഡ് വൈ ഈക്വൽ ടു 1, ഇനിഷ്യലി വൈയും 1 ആണ്. അപ്പോൾ നോക്കിയേ, ഇതെന്താ? ഇതൊരു നോർ ഗേറ്റാണ്. നോർ ഗേറ്റിൻ്റെ പ്രത്യേകത എന്താ? ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? നോർ ഗേറ്റിനകത്ത് ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പോൾ ഇനിഷ്യലി വൈയും 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വൈ ഇനിഷ്യലി 1 ആണ്, സോ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നോർ ഗേറ്റിൽ ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പോൾ ഇനിഷ്യലി രണ്ടിൻ്റെ ഔട്ട്പുട്ട് 0 ആണ്. ഇനി എക്സിനെ നമ്മൾ മാറ്റുന്നേ ഇല്ല, എക്സ് അതുപോലെ തന്നെയാണ് വെച്ചേക്കുക. അപ്പോൾ എപ്പോഴും ഈ എ എന്ന് പറയുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ രണ്ട് ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്യാം. എ എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ നോർ ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി നോക്കിയേ, വൈയിൽ നിങ്ങൾ കൊടുക്കുന്ന സീക്വൻസ് എന്താ? 1 0 1. അപ്പോൾ നോർ ഗേറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത നിങ്ങൾക്കറിയാമോ? നോർ ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? രണ്ടാമത്തെ ഇൻപുട്ട് എന്താണോ അതിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും ഔട്ട്പുട്ട്. നോക്കിയേ, നോർ ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് 0, രണ്ടാമത്തെ ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്താണ്? ഔട്ട്പുട്ട് 0. ഇനി നോർ ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് 0, രണ്ടാമത്തെ ഇൻപുട്ട് 0 ആണെന്ന് വിചാരിക്കുക. 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്താ? 1. നോക്കിയേ, ഇവിടെ നോക്കിയേ, നോർ ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ രണ്ടാമത്തെ ഇൻപുട്ട്, ഫസ്റ്റ് ഇൻപുട്ട് എപ്പോഴും 0 ആയിട്ടിരിക്കുക. സെക്കൻഡ് ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0, സെക്കൻഡ് ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1. അപ്പോൾ നോർ ഗേറ്റിൻ്റെ ഒരു പ്രത്യേകത, ഒരു ഇൻപുട്ട് 0 ആയിട്ട് നിൽക്കുകയാണെങ്കിൽ മറ്റേ ഇൻപുട്ട് എന്താണോ വരുന്നത് അതിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഈ ബിയുടെ ഔട്ട്പുട്ടായിട്ട് വരുന്ന നോർ ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് 0 നിൽക്കുക. അപ്പോൾ ബി എന്തായിരിക്കും? വരുന്ന രണ്ടാമത്തെ ഇൻപുട്ടിൻ്റെ കോംപ്ലിമെൻറ്റ്. ഒരു ഇൻപുട്ട് നോർ ഗേറ്റ് ആയത്, നോർ ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് 0 നിൽക്കുക. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? രണ്ടാമത്തെ ഇൻപുട്ടിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും. രണ്ടാമത്തെ ഇൻപുട്ടിലേക്ക് നമ്മൾ എന്താ കൊടുക്കുന്നത്? 1 0 1. 1 കൊടുക്കുമ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ 0 കിട്ടും. ദെൻ 0 എടുക്കുമ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ട് ഔട്ട്പുട്ടിൽ 1 കിട്ടും. ദെൻ 1 കൊടുക്കുമ്പോൾ വീണ്ടും കോംപ്ലിമെൻ്റ് ആയിട്ട് ഔട്ട്പുട്ടിൽ 0 കിട്ടും. സോ ബി എന്തായിരിക്കും? 0 1 0. എ എന്തായിരിക്കും? 0. കാരണം എക്സ് എപ്പോഴും 1 നിൽക്കുക. സോ നോർ ഗേറ്റിൻ്റെ ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എപ്പോഴും 0 ആയിരിക്കും. സോ ഇവിടെ എക്സ് എപ്പോഴും 1 നിൽക്കുക. സോ എ എപ്പോഴും 0 ആയിരിക്കും. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മെയിൻ പർപ്പസ് ഓഫ് ഫ്ലക്സ് ഇൻ സോൾഡറിങ് ഈസ് ടു. അപ്പോൾ നമ്മൾ സോൾഡർ ചെയ്യുന്നതിനകത്ത് നമ്മൾ എന്തിനാണ് ഫ്ലക്സ് ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തിനാണ് ഫ്ലക്സ് ഉപയോഗിക്കുന്നത്? ടു റിമൂവ് ഓക്സൈഡ് ഫോർമേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ടും ഫ്ലക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്ലക്സ് ഉണ്ടെങ്കിൽ നമ്മുടെ സോൾഡർ മെറ്റീരിയലിൻ്റെ വെറ്റിംഗ് പ്രോപ്പർട്ടിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. അത് കുറച്ചുകൂടെ അതിൻ്റെ ഒരു ഫ്ലോ ഇമ്പ്രൂവ് ചെയ്യും. അങ്ങനെ ഫ്ലോ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ മെറ്റൽ സർഫസിനെ കുറച്ചുകൂടെ ക്ലീൻ ചെയ്യാനും അതിൻ്റെ ഡോട്ടിങ് പ്രോപ്പറായിട്ട് സോൾഡറിങ് നടക്കാനും ഒക്കെ ഫ്ലക്സ് ഉപയോഗിച്ചാൽ ഇത് കുറച്ചുകൂടെ നന്നായിട്ട് ഒഴുകും. അതിൻ്റെ ഫ്ലോ കൂടുതലായിരിക്കും. സോൾഡറിങ് മെറ്റീരിയലിൻ്റെ ഒഴുകി പരന്ന് പ്രോപ്പറായിട്ട് സോൾഡറിങ് ജോയിൻസ് ഫോം ചെയ്യാൻ ഈ ഫ്ലക്സിൻ്റെ ഉപയോഗം നിങ്ങളെ സഹായിക്കും. അതുപോലെ ഓക്സൈഡ് ഫോർമേഷൻ പ്രിവെൻറ്റ് ചെയ്യും. ഓക്സൈഡ് ഫോർമേഷൻ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സൈഡ്സ് ഫോം ചെയ്താൽ എന്താ പ്രശ്നം? നിങ്ങൾ ചിലപ്പോൾ സോൾഡർ ചെയ്താലും അവിടെ വീക്ക് ജോയിൻസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പം ദ മെയിൻ പർപ്പസ് ഓഫ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ കീപ് ദ മെറ്റൽ സർഫസ് ക്ലീൻ ആൻഡ് ഓക്സൈഡ് ഫ്രീ. ക്ലീനിങ്ങിനും ഉപയോഗിക്കാറുണ്ട്. നിങ്ങളുടെ സോൾഡർ മെറ്റീരിയലിൻ്റെ വെറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ, അതിൻ്റെ ഫ്ലോ ഇമ്പ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. ഓക്സൈഡ് ഫ്രീ ആക്കാനും ഉപയോഗിക്കാറുണ്ട്. സോ ദ മെയിൻ പർപ്പസ് എന്താണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ കഴിഞ്ഞ
ഇൻസ്ട്രക്ടർ എക്സാമിന് ചോദിച്ചത്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നിന്ന് ചോദിച്ച 10 ക്വസ്റ്റ്യൻ റിലേറ്റീവ്ലി വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായാലും ക്യാൻസൽ ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഏത് കൗണ്ടറിനാണ് സ്പീഡ് കൂടുതലെന്നുള്ള ക്വസ്റ്റ്യനകത്തും ഒരു ആംബിഗിറ്റി ഉണ്ട്. അത് PSC ക്യാൻസൽ ചെയ്യുമോ എന്ന് നമുക്കറിയില്ല.